अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹീറ എന്ന ദേശം വിട്ടിട്ട് ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി പേർഷ്യയെ മുഴുവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പേർഷ്യയെ ഒന്നടങ്കം കീഴടക്കുക എന്നുള്ളത് ഇന്നത്തെ നിലയിൽ ഖാലിദിന് സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം ഖലീഫയുടെ കർക്കശമായ നിർദ്ദേശമുണ്ട്. വേണ്ടുന്ന സംഭാരങ്ങൾ ഒരുക്കാതെ മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഹീറ വിട്ട് ഒരടി മുന്നോട്ട് നീങ്ങരുത് എന്ന് ഖലീഫയുടെ നിർദ്ദേശമുണ്ട്. ഒപ്പം ചേരേണ്ടുന്ന ആള് ദുമത്തുൽ ജന്തലിലാണ് ഉള്ളത്. അവിടെ കലാപം ഒതുക്കാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടുത്തെ കലാപം നിസ്സാരമായിട്ടുള്ള കലാപമല്ല. ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല. ഖാലിദാകട്ടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹീറയിൽ തന്നെ ഇരിപ്പാണ്. ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരിപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്രമം അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമില്ല. വെറുതെയുള്ള ഇരിപ്പ് അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. മറ്റെന്തും സഹിക്കാം, വെറുതെയുള്ള ഇരിപ്പ് സഹിക്കില്ല. അത് അസഹ്യമാണ്. ഒരിക്കൽ അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തു. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹുവിൻ്റെ അടിമയാണ് ഞാൻ. അല്ലാഹുവിൻ്റെ നിയോഗം ഇസ്ലാമിനെ പിന്തുടരുന്ന ഓരോ മുസ്ലിമും ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ഈ ലോകം മുഴുവൻ, ഈ ലോകരെ മുഴുവൻ ആ സത്യസരണിയിലേക്ക് നയിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖലീഫയുടെ ആജ്ഞയില്ലായിരുന്നെങ്കിൽ ഞാൻ ആരെയും കാത്തിരിക്കുമായിരുന്നില്ല. പേർഷ്യയെ കീഴടക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വെറുതെയുള്ള ഇരിപ്പ്, വീടിനകത്തുള്ള ഈ ഇരിപ്പ് പെണ്ണുങ്ങളുടെ പോലെയുള്ള ഈ ഇരിപ്പ് വീടിനകത്ത്, പെണ്ണുങ്ങൾ വീടിനകത്താണല്ലോ ഇരിക്കേണ്ടത്. ആ വീടിനകത്തുള്ള ഈ ഇരിപ്പ് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ഒരു കൊല്ലമായി. അതെന്നെ കൊല്ലുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. കാത്തിരിപ്പ് പിന്നെയും നീണ്ടുപോവുകയാണ്. ഖാലിദിന് സഹിക്കെട്ടു. അദ്ദേഹം അവിടെ ഹീറാവാസികളിൽ എല്ലാവരും വിളിച്ചു കൂട്ടി. അവരിൽ ചില ആളുകളെ തിരഞ്ഞെടുത്ത്, വിശ്വസ്തരായിട്ടുള്ള 2-3 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ 2 എഴുത്തുകൾ കൊടുത്തയച്ചു. അതൊന്ന് പേർഷ്യയിലെ രാജാക്കന്മാർക്ക്, രാജവംശത്തിനാണ്. മറ്റത് പൗരമുഖ്യന്മാർക്കും കൊടുത്തയച്ചു. ആ കത്തിൽ എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഐക്യമൊക്കെ ശിഥിലമാക്കി കഴിഞ്ഞു പേർഷ്യക്കാരുടെ.
നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചു തന്നു. അങ്ങനെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പേരും പെരുമയും ശക്തിയും ഇല്ലാതാക്കി. ഇതൊക്കെയും ചെയ്ത് അള്ളാഹുവിന് സ്തുതി. അവൻ അപ്രകാരം ചെയ്തിരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിന്, പരിപൂർണമായിട്ടുള്ള നാശത്തിന് നിമിത്തമാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഞങ്ങൾ നിങ്ങളോടൊപ്പം നാട് വെറുതെ വിടാം. ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് സഞ്ചരിക്കുകയുമാകാം. അതല്ല, ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് സംഭവിക്കും ഒരു സംഘം ആളുകളുടെ കയ്യാൽ. ഒരു സംഘം ആളുകൾ നിമിത്തമായിട്ട് അത് സംഭവിക്കും. കാരണം അവർ മരണത്തെ കൊതിക്കുന്നവരാണ്. എങ്ങനെ? നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് അവർ മരണത്തെ കൊതിക്കുന്നത്. അതായത് യുദ്ധമുണ്ടാകുമെന്ന സാരം. ഇനി രണ്ടാമത്തെ കത്തിൽ അതിന് പറയുന്ന പ്രകാരമാണ്, നിങ്ങൾ ഇസ്ലാം ആശ്രയിക്കുക, നിങ്ങൾക്ക് രക്ഷ നേടാം. വിഗ്രഹാരാധനയും അഗ്നി ആരാധനയും സൂര്യാരാധനയും ബഹുദേവതാരാധനയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതല്ല, നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ സത്യമായിട്ടുള്ള സരണിയിലൂടെ, സത്യമായിട്ടുള്ള പന്താവിലൂടെ നീങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ, വിധി പോലെ അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സന്ധിക്ക് തയ്യാറായിക്കൊള്ളുക. രക്ഷാഭോഗം നൽകേണ്ടതുണ്ട്. മദീനയ്ക്ക്, ഇസ്ലാമിക രാഷ്ട്രത്തിന് രക്ഷാഭോഗം നൽകേണ്ടതുണ്ട്. ഇതിനൊന്നിനും തയ്യാറല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിഭാഗം ആളുകളുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മദ്യപാനം വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ജീവിതവും ഈ ജീവിത സുഖഭോഗങ്ങളും നിങ്ങൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ ഈ വരുന്ന ആള് ഇഷ്ടപ്പെടുന്നുണ്ട്, വരുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്, ആശിക്കുന്നുണ്ട്. വീരമൃത്യു, മരണത്തെ കൊതിക്കുന്നു. അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ക്രിസ്തുവിന് ശേഷം 633 ഹീറയെ കീഴടക്കുന്നത്. തുടർന്ന് 1 വർഷക്കാലം അദ്ദേഹം അവിടെ തന്നെ തങ്ങി. ഖാലിദ് അവിടെ തന്നെ തങ്ങി. ആ സമയത്താണ് പേർഷ്യൻ രാജകുടുംബത്തിനും പൗരമുഖ്യന്മാർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള കത്തുകൾ അയച്ചത്. ഖലീഫയുടെ നിർദ്ദേശം അപ്പുറത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറ വിട്ട് മദായിനിലേക്ക് നീങ്ങാനും വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കത്ത്, ഒരു മുൻകൂർ ഒരു സൂചന നൽകിക്കൊണ്ട് ഈ സന്ദേശം കൊടുത്തത്. എന്നാൽ അധിനിവേശങ്ങൾക്ക് നേരെ ഭീഷണി ഉയരുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ലല്ലോ. ആരാണെങ്കിലും തങ്ങളുടെ ദേശത്ത് എത്ര ശക്തിമാന്മാരാണെങ്കിലും ആ ദേശം കൈമാറുന്നു. ഭൂമിയില്ലാത്ത ജനതയാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല, നോക്കി നിൽക്കാൻ കഴിയില്ല. അത് ഖലീഫയുടെ നിർദ്ദേശത്തിൻ്റെ ലംഘനമാവാതിരിക്കുമ്പോൾ വിശേഷിച്ചു ഹീറയുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ, അതാണ് അംബാർ, ഐനുത്തമ്രും, ഇതിനുള്ള 2 സ്ഥലം, ഐനുത്തമ്ര പിന്നെ ഒന്ന് അംബാർ, ഈ 2 സ്ഥലം.
അവിടേക്ക് പേർഷ്യക്കാരുടെ ചില സൈനിക കേന്ദ്രങ്ങൾ, ചെറിയ തോതിൽ സൈനിക സങ്കേതങ്ങൾ അവിടെയുണ്ട്. ഈ സങ്കേതങ്ങളിൽ നിന്ന് ഹീറയ്ക്ക് നേരെ ചെറിയ തോതിൽ ഉള്ള ഭീഷണി ഉയരാൻ തുടങ്ങി. ഇങ്ങനെ ഭീഷണി പുറപ്പെടുവിക്കുന്ന വിഭാഗങ്ങളെ വേണ്ടുന്ന പോലെ വേണ്ടുന്ന സമയത്ത് നേരിടാനുള്ള ശ്രമം ഖാലിദിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഹീറയിൽ കഖായിനെ പകരം നിശ്ചയിച്ചു. മുന്നണി സൈന്യത്തിന്റെ തലവനായിട്ട് അഖ്റയിനെ നിശ്ചയിച്ചു. ഇനിയുള്ളത് നടപടിയാണ്. നടപടി തുടങ്ങുന്നത് അംബാർ, ആ ദേശത്തിൽ വെച്ചായിരിക്കണം, അംബാറിൽ വെച്ച് ആകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനപ്രകാരം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൂടെ ഖാലിദ് അംബാറിലേക്ക് നീങ്ങി. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഖാലിദും കൂട്ടരും അംബാറിലെത്തി. ചെന്ന ഉടനെ തന്നെ അവര് അംബാർ പട്ടണത്തെ ഉപരോധിച്ചു. അംബാർ പട്ടണം എല്ലാം കൊണ്ടും വളരെ ഭദ്രമായിട്ടുള്ളൊരു പട്ടണമായിരുന്നു. മാത്രമല്ല പ്രബലമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു എല്ലാം കൊണ്ടും. ചുറ്റും വളരെ ഉയരം കൂടിയിട്ടുള്ള മതിലുകളൊക്കെയും കാണാം അവിടെ. അതിനു പുറമെ ഒരുപാട് കിടങ്ങുകൾ, നല്ല ആഴവും നല്ല വീതിയുമുള്ള കിടങ്ങുകൾ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കോട്ടകൾ കീഴടക്കുക എന്നുള്ളത് അത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് അത് കീഴടക്കാനുള്ള ഒരു വാഞ്ച ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പോലെയല്ല, കൂടുതലാണ്. അതുകൊണ്ട് കീഴടക്കാതെ അടങ്ങിയിരിക്കാൻ ഖാലിദിനും സാധ്യമല്ല. അതിന് കിടങ്ങിന് ചുറ്റും കിടന്ന് പരിശോധിച്ചു, എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ അതറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിശോധനയുടെ ഫലമായിട്ട് അദ്ദേഹം ഒരു ചെറിയ പോംവഴി കണ്ടെത്തി. കിടങ്ങിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് വീതി കുറഞ്ഞൊരു ഭാഗം, മറ്റുള്ളതിനെ അപേക്ഷിച്ചുകൊണ്ട് വീതി കുറഞ്ഞ ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടം വേണമെങ്കിൽ തൂർക്കാം, മണ്ണിട്ട് തൂർക്കുകയോ മറ്റേതെങ്കിലും തൂർക്കാൻ താരതമ്യേന എളുപ്പമാണ്. കൂട്ടത്തില് ശക്തി ക്ഷയിച്ച് ഇനിയും ഉപയോഗത്തിന് കൊള്ളാത്ത ഒട്ടകങ്ങളെയൊക്കെ കൊന്നിട്ട് കിടങ്ങിലിട്ട് ആ ഭാഗം തൂർക്കാൻ അദ്ദേഹം ആജ്ഞ നൽകി. സൈന്യം ആജ്ഞ നിറവേറ്റി. കിടങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാമെന്നായി. അവർ കിടങ്ങിൻ്റെ മറുകരയ്ക്ക് എത്തി. പട്ടണത്തിൻ്റെ വാതിൽ തല്ലി തകർത്തു. പക്ഷെ ഉള്ളിൽ കിടക്കണമല്ലോ. ഇനി അതിനുള്ള വെമ്പല്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ സമയത്താണ് അംബാർ ദേശത്തെ പേർഷ്യയിൽ നിന്നുള്ള പ്രതിനിധി ഷേർസാദ് ഖാലിദിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചത്. അല്ലയോ ഖാലിദ്, ഞാൻ സന്ധിക്ക് തയ്യാറാണ്. നിങ്ങൾ അകത്തേക്ക് വരും. ഒരു സംഘം അശ്വഭടന്മാരോടുകൂടി രക്ഷാകേന്ദ്രത്തിലെത്താൻ സഹായിച്ചാൽ മതി. ഇവിടെയുള്ള വസ്തുവകകളൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഇതായിരുന്നു ദൂതില് ഈ പറയുന്ന ഷേർസാദ് എഴുതിയിരുന്നത്. ഖാലിദ് ഏതായാലും ആ അപേക്ഷ സ്വീകരിച്ചു.
ഷേർസാദയെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചു. പിന്നെ പട്ടണം കീഴടങ്ങി എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. പട്ടണം കീഴടക്കി എന്നല്ല, കീഴടങ്ങി. അടുത്ത പ്രദേശങ്ങളുമായിട്ടും സന്ധി ചെയ്തു. ഈ സംഭവം നടക്കുന്നത് ക്രിസ്തുവിന് ശേഷം 634 അങ്ങനെ അംബാർ കീഴടങ്ങി. അവിടെ സമാധാനം സ്ഥാപിതമായി. അവിടം സാധാരണ നിലയെ പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം സിബർഖാൻ ബിൻ ബദറിനെ ആ പ്രാദേശിക ഭരണം, ആ സ്ഥലത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷം ഖാലിദ് അടങ്ങിയിരിക്കാത്ത ആളാണ്. ഖാലിദും പരിവാരവും അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ഐനുത്തമ്രിലേക്ക് നീങ്ങി. ഇറാഖിനും ഷാം മരുഭൂമിക്കും മധ്യേ, മരുഭൂമിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശമാണ് ഐനുത്തമ്ര. അംബാറിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്യണം അവിടെ എത്താൻ. പേർഷ്യൻ വംശജനായിട്ടുള്ള മഹ്റാൻ ബിൻ ബഹ്റാം ജോബീൻ എന്നൊരാളാണ് അവിടുത്തെ ഭരണാധികാരി, ഐനുത്തമ്രിലെ ഭരണാധികാരി. പേർഷ്യക്കാരായിട്ടുള്ള ഭടന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വലിയൊരു പട തന്നെയായിരുന്നു. അയാളുടെ പുറകിൽ നല്ലൊരു സൈന്യം ഉണ്ടായിരുന്നു. അതിനും പുറമെ തഗലബ്, നമിർ, ഇയാദ് എന്നീ വംശജരും കൂടെ ഉണ്ടായിരുന്നു. പണ്ട് സജ്ജാഹുമായിട്ട് ചേർന്ന് മദീനയെ ആക്രമിക്കാൻ വന്നവര് അവരുണ്ട് ഇവരുടെ കൂടെ. ഉഖ ബിൻ അബി ഉഖ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവരുടെ തലവൻ. ഖാലിദിന്റെ ആഗമന വാർത്ത ചാരന്മാരെന്ന് അവരറിഞ്ഞു, നേരത്തെ തന്നെ അറിഞ്ഞു. ഉഖ മുഹ്റാനെ വിളിച്ച് സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: അറബികളെ നേരിടാൻ അറബികൾ തന്നെയാണ് വേണ്ടത്. അവരുടെ മാനസിക നില, അവരുടെ ആരോഗ്യ നില, അവരുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ അവർക്ക് തമ്മിലാണല്ലോ കൂടുതൽ അറിയുക. ആയതുകൊണ്ട് തന്നെ ഖാലിദിനെ ഞങ്ങൾക്ക് വിട്ടു തന്നുകൊള്ളുക, ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. ശരി, താങ്കൾ പറഞ്ഞാണ് ശരി. സത്യമായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് അറബികളോട് യുദ്ധം ചെയ്യാൻ നന്നായിട്ട് അറിയുക. അനറബികളോടുള്ള യുദ്ധത്തിൽ ഞങ്ങൾക്കെന്ന പോലെ അറബികളല്ലാത്തവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കാണ് ശേഷി, അറബികളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാണ് ശേഷി. അതിനാൽ അവരെ നിങ്ങൾ തന്നെ നേരിട്ട് കൊള്ളുക. ഇനി ഞങ്ങളുടെ ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ പുറകിലുണ്ടല്ലോ. മിഹ്റാൻ പ്രതിവദിച്ചു. മിഹ്റാൻ വാസ്തവത്തിൽ ഇവിടെ ഒരു സൂത്രപ്പണി, ഒരു കൗശലം അത് പ്രയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് മനസ്സിലാക്കാൻ പേർഷ്യൻ വംശജരിൽ ആർക്കും ആ സമയത്ത് അതിനുള്ള ബുദ്ധി പോയില്ലെന്ന് മാത്രം. അവര് മിഹ്റാനെ പഴിക്കുകയും ആ ഒരു സമീപനത്തെ ഭീരുത്വമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ആ സമയത്ത് അയാൾ പറഞ്ഞു, അത് വിട്ടേക്കുക, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നല്ലതാണ്, അവർക്കത് നാശമാണ്. നിങ്ങൾക്ക് രാജാക്കന്മാരുടെ ഹന്താവ്, നിങ്ങളുടെ ശക്തിയുടെ വിനാശകൻ ഇവിടെയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവനെ നേരിടാൻ ഇവരെ ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവർ ഖാലിദിനെ ജയിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി മറിച്ചാണ് ഖാലിദിനോട് അവർ പരാജയപ്പെട്ടെങ്കിലോ, ഇവരെ പരാജയപ്പെടുത്തുമ്പോഴേക്കും അവർ അവശരായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് അവരെ നേരിടുകയും ചെയ്യാം. അന്നേരം ആ സമയത്ത് അവരുടെ ശക്തി ക്ഷയിക്കും, നമ്മളൊക്കെ
ശക്തന്മാരായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ ആദ്യം മുസ്ലിം സൈന്യത്തെ എതിരിടുന്നത് അറബി വംശജർ തന്നെയാകട്ടെ. അങ്ങനെയാണ് തീരുമാനമുണ്ടായത്. ഉഖയും ആളുകളും ഖാലിദിനെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. അവര് മുസ്ലിം സൈന്യത്തെ നേരിടാൻ ആരംഭിച്ചു. എന്നാൽ ഖാലിദ് ആരാണെന്ന് കൃത്യമായിട്ടും ഉഖ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവോ എന്തോ അറിയില്ല. ഏതായാലും അയാൾ വളരെ വേഗം ബന്ധനത്തിലായി മാറി. പിന്നെ അയാളുടെ ഭടന്മാരവിടെ നിൽക്കില്ലല്ലോ, അവരവരുടെ ജീവനും കൊണ്ടുകൂടി. മുസ്ലിം സൈന്യം അപ്പോഴും വിട്ടില്ല. അവർ ശത്രുക്കളെ പിന്തുടരുകയാണ് ചെയ്തത്. വളരെ പേരെ പിടിച്ചു, ബന്ധിച്ചു. പുറത്തു നടക്കുന്ന സംഭവങ്ങളെല്ലാം മിഹ്റാൻ കോട്ടയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. മിഹ്റാൻ എന്നയാൾ കോട്ടയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കോട്ട കാക്കാൻ പോലും നിന്നില്ല. അയാളുടെ പക്കലുള്ള ഭടന്മാരെയും കൂട്ടി അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? വേഗം, ജീവനിൽ കൊതിയുള്ള ആളാണ്, അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കോട്ടയിൽ അവശേഷിച്ച ഈ ആളുകൾ ഇങ്ങനെയുള്ള ഒരാളെ, ഖാലിദിനെ പോലുള്ള ഒരാളെ ചെറുതായിട്ടൊന്ന് നേരിടാൻ പോലും തങ്ങൾക്കാവില്ല എന്ന് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാകണം അദ്ദേഹത്തെ സമീപിച്ച് സംരക്ഷണം തേടി. പക്ഷെ അതുകൊണ്ട് ഖാലിദ് കൂട്ടാക്കിയില്ല. തൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകുക, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഖാലിദിന്റെ തീരുമാനം അംഗീകരിക്കുക, അത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ. ആയതുകൊണ്ട് അവരത് വഴങ്ങുകയും ചെയ്തു. വാളെടുത്തവരെ മുഴുവൻ വാളുകൊണ്ട് തന്നെ, അല്ലാത്തവരെ തടവുകാരാക്കുക, അവരുടെ സമ്പത്ത് കണ്ടെത്തുക. ഖാലിദ് ഉത്തരവിട്ടു. ഉഖ അദ്ദേഹത്തെ കാലുപുരിക്ക് അയക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ ഖാലിദ് ഇത്രയും നിർദ്ദയമായിട്ട് പെരുമാറിയത്? ഇതിന് മുമ്പില്ലാത്ത വിധം. അന്നത്തെ ചരിത്രകാരന്മാർ പറയുന്ന കാരണം, അവർ ചില സഹാബിമാരെ സൂത്രത്തിൽ കെണി വെച്ച് പിടിച്ച പോലെ പിടിക്കുകയും നിർദ്ദയം കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈയൊരു കർക്കശ സ്വഭാവമാകാം പിന്നീട് ഖാലിദ് അവിടെ വിട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ ധിക്കാരപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളാൻ കാരണമായത്. ഈ കോട്ടയ്ക്കകത്ത് ഒരു പള്ളിയുണ്ടായിരുന്നു. പള്ളിയിൽ അടച്ചിട്ട മുറിയിൽ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അവരവിടെ ഇരുന്ന് സുവിശേഷം പഠിക്കുകയായിരുന്നു. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് അവർ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ അവസാനം വാതിൽ തള്ളി തുറന്ന് അവരെ മുഴുവൻ പിടികൂടിയ ശേഷം മുസ്ലിം ഭടന്മാർക്കിടയിൽ അവരെ വീതിക്കുകയാണ് ചെയ്തത്. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് ബിൻ സീരിൻ്റെ പിതാവ് സീരിനും സ്പെയിൻ ജേതാവായിരുന്ന മൂസ ബിൻ നുസൈറിൻ്റെ പിതാവ് നുസൈർ, ഇവരൊക്കെ ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ്. അൽഹംദുലില്ലാഹ്.